ഇരിക്കുന്ന പോലെ തന്നെ ഇരുന്നിട്ട് കൈ ചിന്മുദ്രയിൽ പിടിക്കും. ആ കണ്ണുകൾ അങ്ങോട്ട് അടയ്ക്കും. ശ്വാസത്തിലേക്കൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കും. ദീർഘമായി ശ്വാസം എടുത്തേ. ശ്വാസത്തിൽ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കുന്നു എന്നാ. ഇനി നിങ്ങളുടെ ഉപാസനാമൂർത്തി, ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ കൃഷ്ണനാണല്ലോ ഉള്ളത്. ആ കൃഷ്ണനെ അങ്ങനെ മനസ്സിൽ ധ്യാനിക്കുക. ധ്യാനം സ്വർണത്തേക്കാൾ വിലപിടിപ്പുള്ളതാ. ധ്യാനം ശീലിക്കുന്നവൻ പറയുന്ന വാക്കുകൾ, മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ സത്യമായി മാറുന്നു. ഭഗവാന്റെ തൃപ്പാദാരവിന്ദങ്ങൾ, താമര പോലത്തെ ആ റോസ് നിറത്തിലുള്ള ഭഗവാന്റെ തൃപ്പാദാരവിന്ദങ്ങൾ, ഭഗവാന്റെ നഖം, ഭഗവാന്റെ കാൽ വിരലുകൾ, ഭഗവാന്റെ പാദാരവിന്ദങ്ങൾ, ഭഗവാന്റെ പാദസരം, ഭഗവാന്റെ കാല്, ഭഗവാന്റെ കാൽമുട്ടുകൾ, ഭഗവാന്റെ തുട, ഭഗവാന്റെ അരക്കെട്ട്. മഞ്ഞപ്പട്ട് ഞൊറിഞ്ഞുടുത്തിരിക്കുന്നു. മഞ്ഞപ്പട്ടിന് മുകളിൽ ഭഗവാന്റെ അരഞ്ഞാണം മുറുക്കി കെട്ടിയിട്ടുണ്ട്. ഭഗവാന്റെ അടിവയറ്, നാഭി, ഭഗവാന്റെ നെഞ്ചിൻ കൂട്, ഭക്തവാത്സല്യം വിളിച്ചോതുന്ന ശ്രീവത്സം എന്ന മറുകുള്ള മാർത്തടം, ഒരുപാട് അലങ്കാരങ്ങൾ. ആ സ്വർണമാലകളെ എല്ലാം അതിക്രമിച്ചുകൊണ്ട് വനമാല. ഭഗവാന്റെ ആ വനമാല കഴുത്തിലങ്ങനെ സൗരഭ്യം ചുരത്തിക്കൊണ്ടിരിക്കുന്നു. ഭഗവാന്റെ സുന്ദരമായ കഴുത്ത്. വലത്തെ കയ്യിൽ ശ്രീചക്രം, താഴേക്ക് വലത്തെ കയ്യിൽ ഗജേന്ദ്രൻ കൊടുത്ത ആ താമരപ്പൂ, ഇടത്തെ കയ്യിൽ ശംഖ്, താഴേക്ക് ഇടത്തെ കയ്യിൽ ശത്രു സംഹാരത്തിനായുള്ള ഗദ. ഭഗവാന്റെ താടി, ഭഗവാന്റെ ചുണ്ടുകൾ, ഭഗവാന്റെ മൂക്ക്, ഭഗവാന്റെ കവിൾത്തടം, ഭഗവാന്റെ കരുണാസാഗരമായ കണ്ണുകൾ, ഈ ഉലക് സൃഷ്ടിച്ച് സംഹരിക്കാൻ കഴിവുള്ള വളഞ്ഞ പുരികക്കൊടികൾ, ഭഗവാന്റെ വിശാലമായ നെറ്റിത്തടം, നെറ്റിത്തടത്തിൽ തിലകം ചാർത്തിയിട്ടുണ്ട്. ഭഗവാന്റെ തലമുടി കുറുനിരകൾ നെറ്റിയിലേക്ക് ഇറങ്ങിക്കിടക്കുന്നു. ഭഗവാന്റെ സൂര്യകോടി പ്രഭയുള്ള വലിയ കിരീടം, കിരീടത്തിൽ മയിൽപ്പീലി. ഭഗവാന്റെ മയിൽപ്പീലി, കിരീടം, വിശാലമായ നെറ്റിത്തടം, കുറുനിരകൾ, തിലകം, ഭഗവാന്റെ വളഞ്ഞ പുരികക്കൊടികൾ, കരുണാസാഗരമായ കണ്ണുകൾ, ഉയർന്ന നാസിക, ഭഗവാന്റെ കവചകുണ്ടലങ്ങൾ, ഭഗവാന്റെ കുണ്ടലങ്ങൾ തട്ടി വിളങ്ങുന്ന ആ കവിൾത്തടം, ഭഗവാന്റെ കർണാഭരണങ്ങൾക്കു താഴെയായി വിയർപ്പ് പൊടിഞ്ഞു നിൽക്കുന്ന ആ വലിയ കഴുത്ത്, കഴുത്തിൽ ഭഗവാന്റെ തുളസിമാല, ഒരുപാട് ആഭരണങ്ങൾ കാണാം. ഭഗവാന്റെ വിശാലമായ മാർത്തടത്തിൽ ശ്രീവത്സം കാണാം. ഭഗവത് ഭക്തി വിളിച്ചോതുന്നു. ഭഗവാന്റെ വലത്തെ കയ്യിൽ ശ്രീചക്രം, അത് സുദർശനമാണ്. സുദർശനത്തിനു താഴെയുള്ള കയ്യിൽ ഗജേന്ദ്രൻ്റെ താമരപ്പൂ, ഇടത്തെ കയ്യിലായി ശംഖ്, താഴേക്കുള്ള ഇടത്തെ കയ്യിൽ ഭഗവാന്റെ ഗദ കാണാം. ഭഗവാന്റെ മാറിടം, താഴെയായി ഭഗവാന്റെ വയറ്, നിതംബം, അരഞ്ഞാണം, മഞ്ഞപ്പട്ട് ഞൊറിഞ്ഞുടുത്തിരിക്കുന്നു. ഭഗവാന്റെ തുടകൾ, ഭഗവാന്റെ കാൽമുട്ടുകൾ, ഭഗവാന്റെ കാല്, കിങ്ങിണി, ഭഗവാന്റെ പാദാരവിന്ദങ്ങൾ. സർവ്വലോകത്തെയും ദേവന്മാരും ദേവിമാരും നിസ്സാരനായ നമ്മൾ മനുഷ്യരും ആഗ്രഹിക്കുന്ന ആ പാദാരവിന്ദങ്ങളിൽ മനസ്സുകൊണ്ട് ഒരു തുളസി പൂവ് നമ്മളെല്ലാവരും അർച്ചിക്കുന്നു. വൈശാഖമായി ഭഗവാൻ അത് സ്വീകരിക്കട്ടെ. 3 ഓങ്കാരം ജപിക്കൂ. ഓ
ഈ കൈകൾ കൂട്ടിത്തിരുമ്പ, കണ്ണിൽ ചേർക്കുക. പരസ്പരം നോക്കി ചിരിക്കുക, എപ്പോഴും ചിരിക്കുക.